അപ്പോൾ നമ്മൾ സ്പെക്ട്രോമീറ്ററിൻ്റെ സെക്കൻഡ് ഇത് നമുക്ക് ആംഗിൾ ഓഫ് ഫ്രീസിങ് കണ്ടിട്ട് നമ്മൾ ഏതാണ്ട് 60 സംതിങ് വരും. എന്നിട്ട് നമ്മൾ മിനിമം ഡീവിയേഷൻ കണ്ടെത്താനുള്ള ടേബിളാണ്. ഇതിൽ 2 റീഡിങ്ങാണ് നമ്മൾ എടുക്കേണ്ടത്. ഒന്ന് റിഫ്ലക്റ്റഡ് റേ, വേറൊന്ന് ഡയറക്റ്റ് റേ. അപ്പോൾ നമ്മൾ ഇത് രണ്ടുമാണ് എടുക്കേണ്ടത്. അപ്പോൾ മിനിമം ഡീവിയേഷൻ എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം നമ്മൾ ഈ സാധനം തുടക്കം പോലെ തന്നെ വരയ്ക്കുക. എന്നിട്ട് ഇത് നീക്കുക നമ്മൾ സൈഡിലേക്ക്. ടെലിസ്കോപ്പ് നീക്കി ഒരു ആംഗിളിൽ എത്തുമ്പോൾ നമ്മൾ നേരത്തെ ഫേസ് ഓൺ ആയിട്ട് എടുത്ത് സ്ലിറ്റ് നമ്മുടെ ക്രോസ് വയറിൻ്റെ സെൻറ്ററിലായിട്ട് എത്തുന്ന ഒരു പോയിന്റിലെത്തും. അവിടെ വയ്ക്കുക ഇത്. പിന്നെ ഇത് ഫിക്സ് ചെയ്ത് വെക്കുക. ഇത് അനക്കരുത് ഇനി ടെലിസ്കോപ്പ്. എന്നിട്ട് നമ്മൾ വെർനിയർ ടേബിൾ, ഈ വെർനിയർ ടേബിൾ മാത്രം അനക്കാൻ പാടുള്ളൂ, വേറെ ഒന്നും അനക്കാൻ പാടില്ല. ഇനി വെർനിയർ ടേബിൾ അനക്കുക. ഇതിങ്ങോട്ട് ഇത്ര നീക്കുക. ഏതാണ്ട് ഈ ആംഗിളാക്കി എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു തുള്ളിയും കൂടി സൈഡിലേക്ക് ആക്കുമ്പോൾ ഇതിങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു റീബൗണ്ട് ചെയ്യണ ഒരു പോയിന്റ് എത്തും. റീബൗണ്ട് എന്ന് പറയുമ്പോൾ ഈ സ്ലിറ്റ് നമ്മൾ ഈ സാധനം വെർനിയർ ടേബിൾ ഈ സ്ലിറ്റാണെന്ന് വിചാരിച്ചോ കാണുന്നത്. വെർനിയർ ടേബിൾ നമ്മൾ നീക്കണനുസരിച്ച് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എത്തും. പക്ഷേ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ അത് തിരിച്ചിങ്ങനെ ഈ ഡയറക്ഷനിലേക്ക് തന്നെ വരും. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പോകാണ്ട് ഇങ്ങനെ സ്റ്റക്കായി തിരിച്ചിങ്ങോട്ട് വരും. അത് റീബൗണ്ട് പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റിലേക്ക് കൊണ്ടാണ് നമ്മൾ ക്രോസ് വയർ ഫിക്സ് ചെയ്തിട്ട് റീഡിങ് എടുക്കേണ്ടത്. അപ്പോൾ റീബൗണ്ട് പോയിന്റ് ഞാൻ നോക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെ റീബൗണ്ട് ശരിക്കും വന്നേന്ന്. അപ്പോൾ നമ്മളിത് റീബൗണ്ട് എങ്ങനെയാണെന്ന് കാണിക്കുകയാണ് ചെയ്യണത്. റീബൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ സാധനം ഒരേ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കും. ഒരു പോയിന്റ് എത്തുമ്പോൾ അത് അവിടെ സ്റ്റക്കായിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. അതിനെയാണ് റീബൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അത് ഇപ്പോൾ ഇങ്ങനെ ഈ സാധനം പോയി ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ട് അത് ഞാൻ ഒരേ ഡയറക്ഷനിൽ തന്നെ തിരിക്കണേ, പക്ഷെ അത് തിരിച്ചു പോകണമല്ലേ. ഇപ്പോൾ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. കണ്ടോ, ഈ നമ്മൾ നേരത്തെ പോയിക്കൊണ്ടിരുന്ന ഡയറക്ഷനിൽ തന്നെ പോകുമ്പോൾ ഒരു പോയിന്റിലെത്തി അവിടെ നിന്ന് അത് തിരിച്ചു പോകണം. അതാണ് റീബൗണ്ട് എന്ന് ഉദ്ദേശിച്ചത്. റീബൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിലേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ഡയറക്ഷനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് സാധനം സ്റ്റക്കായി തിരിച്ചു തന്നെ പോയിന്റിൽ നമ്മുടെ ക്രോസ് വയർ കൊണ്ട് ഫിക്സ് ചെയ്യുക. ക്രോസ് വയർ ഫിക്സ് ചെയ്തിട്ട് വെർനിയർ 1ൻ്റെയും വെർനിയർ 2ൻ്റെയും റീഡിങ്സ് നമുക്ക് എടുക്കാം. ആ രണ്ടിൻ്റെയും റീഡിങ്സ് നമ്മളെടുത്തിട്ട് നമുക്ക് ഇതിൽ ഡിഫ്ലക്റ്റഡ് റേയിൻ്റെ വെർനിയർ 1ൻ്റെ MSRും VSRും വെർനിയർ 2ൻ്റെ MSRും VSRും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉള്ളത് ഡയറക്റ്റ് റേ ആണ്. ഡയറക്റ്റ് റേ എന്ന് പറയുമ്പോൾ ഇത് നേരെ സ്ട്രെയിറ്റ് കൊണ്ടുവരാം. നമുക്ക് ഈ പ്രിസം ഊരി മാറ്റാം. പ്രിസം ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് കോർഡിനേറ്ററിലേക്ക് ഒരു വ്യൂ കിട്ടും. നമ്മുടെ ടെലിസ്കോപ്പിൽ നിന്ന് നോക്കുക, ഡയറക്റ്റ് സ്ലിറ്റ് സ്ട്രെയിറ്റ് കാണാം. അത് കറക്റ്റ് നമുക്ക് സ്ട്രെയിറ്റ് കോർഡിനേറ്ററിൽ നോക്കുമ്പോൾ ക്രോസ് വയറിൽ ഫോക്കസ് ചെയ്യുന്ന രീതി കൊണ്ടെടുക്കുക. അതിൻ്റെ വെർനിയർ 1ൻ്റെ MSRും VSRും വെർനിയർ 2ൻ്റെ MSRും VSRും നമുക്ക് ഡയറക്റ്റ് റേയിൻ്റെ അവിടെ വെർനിയർ 1ൻ്റെ MSRും VSRും വെർനിയർ 2ൻ്റെയും എഴുതാം. എന്നിട്ട് ടോട്ടൽ റീഡിങ് എടുക്കുക. 2 കേസിലും ഇതിൻ്റെ 2ൻ്റെ ഡിഫറൻസ് ഇത് എടുക്കുക, ഇതിൻ്റെ 2ൻ്റെ ഡിഫറൻസ് ഇത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2ൻ്റെയും മീൻ വാല്യൂ D നമുക്ക് കിട്ടും. നമുക്ക് നേരത്തെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ D ഇത് കിട്ടി. ആംഗിൾ ഓഫ് പ്രിസം A നേരത്തെ കിട്ടിയിട്ടുണ്ട്. അത് 2 ഇക്വേഷനിൽ ഇട്ടാൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും.